മേമുണ്ട് സ്വദേശി എസ് കൃഷ്ണകീർത്തനയുടെ എൻ്റെ സിയക്കുട്ടിക്ക് എന്ന നോവലേറ്റ് പ്രശസ്ത സാഹിത്യ നിരൂപകൻ കെവി സജയ് പ്രകാശനം ചെയ്തു. മേമുണ്ട ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് ഒ.പി. രാജന്റെ അധ്യക്ഷതയിൽ വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി ഹരീന്ദ്രനാഥ് പുസ്തകം ഏറ്റുവാങ്ങി. കവി വീരാൻകുട്ടി മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. ടി മോഹൻദാസ് സ്വാഗതവും ആർ.പി. രാജീവൻ നന്ദിയും പറഞ്ഞു. ആശംസകൾ അർപ്പിച്ച് എ.പി. അമർനാഥ്, അപർണ കെ, സിന്ധു കളിച്ചാട്ട്, നിംഷ എൻ, ബാബു കൊടക്കാട്ട്, പ്രകാശൻ മാസ്റ്റർ, അബ്ദുള്ള മാണിക്കൊത്ത, പി മുരളി എന്നിവർ സംസാരിച്ചു. എസ് കൃഷ്ണകീർത്തന മറുമൊഴി പറഞ്ഞു. എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ നേരിട്ട് പറയാൻ ചിലർ തയ്യാറാവും, ചിലർ മനസ്സിൽ പാകപ്പെടുത്തി ഉരുക്കുകൂട്ടി പുസ്തകത്താളുകളിലേക്ക് പകർത്തും. നമ്മളും എഴുത്തുകാരും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നത് അവർക്കൊരു മൂന്നാം കണ്ണ് ഉണ്ട് എന്നതാണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് അവരും ചുറ്റുമുള്ളതിനെ നോക്കിക്കാണുന്നത്. പക്ഷെ നാം കാണുന്നതിലപ്പുറം അതിനെ കാണാനും അതിനോട് പലതും കൂട്ടിച്ചേർക്കാനും ചിലത് വെട്ടിക്കളയാൻ തയ്യാറാകുമ്പോഴാണ് ഭാവനയിൽ നിന്നും പുതിയ പുതിയ കഥകളും കവിതകളും ഇതുപോലെ രചിക്കാൻ കഴിയുന്നത്. ചെറുപ്പക്കാരിയായ കുട്ടിക്കാലത്തെ സാഹിത്യ രചനയിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാരിയായ ഒരു എഴുത്തുകാരിയുടെ നോവൽ ഇനിയും ഈ എഴുത്തുകാരിയിൽ നിന്ന് ഈ പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാം എന്നതുകൊണ്ട് വളരെ സന്തോഷകരമായൊരു പുസ്തക പ്രകാശന സന്ദർഭമാണ് ഇത്. മലയാളത്തിൽ ഇതൊരു പക്ഷേ നോവലിൻ്റെ ഒരു വസന്തകാലമാണ്. ഏറ്റവും അധികം എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹിത്യ രൂപമായി നോവൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുതിയ എഴുത്തുകാരികൾ നോവലിനെ അവരുടെ മാധ്യമമായി സ്വീകരിച്ചുകൊണ്ട് എഴുത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന, വളരെ സജീവമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ. ആ നിലയിലേക്കാണ് വിനീതമായി കൃഷ്ണകീർത്തന തൻ്റെ ഈ നോവലറ്റുമായി, എൻ്റെ സിയക്കുട്ടിക്ക് എന്ന നോവലറ്റുമായി രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ വായിച്ചു പോയ ഒരു പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വാചകം ജീവിതത്തിൻ്റെ ഒരു നിർണായക സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരിക എന്ന് പറയുന്നത് ആ രചനയുടെ ഒരു ഉത്കൃഷ്ടതയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ സിയക്കുട്ടി എന്നെ അത്ഭുതപ്പെടുത്തിയാണ്. എന്നും കൃഷ്ണകീർത്തന ചെറിയ മോളാണ്. പക്ഷേ ഈ നോവലിലെ പല സന്ദർഭങ്ങളിലും കൃഷ്ണകീർത്തന ചില ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. എന്നെ വിസ്മയപ്പെടുത്തിയ ഒരു സംഗതിയാണ്. ഞാൻ അഭിനന്ദിക്കുന്നു. 2-3 ഞാൻ വായിക്കാം. ഒരു സന്ദർഭത്തിൽ കൃഷ്ണകീർത്തന എഴുതുന്നു, പട ജയിച്ചു വരുന്ന ഒരു യോദ്ധാവിൻ്റെ മനസ്സാണ് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞത്. എന്തൊരു ലിറിക്കലാണ്, എന്തൊരു ഫിലോസഫിക്കലാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ചിരിക്കുന്ന മനുഷ്യരെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ചിരി മാഞ്ഞു പോകുന്നൊരു കാലത്ത് ചിരിക്കുന്ന മനുഷ്യരുടെ മുഖം കാണുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കൃഷ്ണകീർത്തനയെ അഭിനന്ദിക്കുക. മറ്റൊരു സ്ഥലത്ത് കൃഷ്ണകീർത്തന പറയുന്നു, നക്ഷത്രങ്ങളില്ലാത്ത സ്ഥലങ്ങളൊക്കെ മരിച്ചു പോയവരാണ്. പിന്നീട് ഒരു രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മുടെ തലച്ചോറിന് വേണ്ടത് ആദ്യം വേണ്ടത് ജീവിക്കാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഒരു എൻ്റെ സിയക്കുട്ടിക്ക് എന്ന് പറയുന്ന ഒരു പുതിയ പശ്ചാത്തലത്തിൽ നിന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഒരു ഉന്നതമായ ധൈഷണിക നിലവാരത്തിൽ നിന്നുകൊണ്ട് വളരെ മെച്ചുവേർഡായ ഒരു എഴുത്തുകാരി പറയുന്ന രീതിയിലുള്ള വളരെ ആഴമേറിയ ഫിലോസഫിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൃഷ്ണകീർത്തനത്തിൽ ചെയ്യുന്നത് നമ്മുടെ പുതിയ തലമുറയിലെ